ഇശൽ മാനസം മാപ്പിള കലാസാഹിത്യ സംഘം കേരള 7ാമത് വാർഷിക കുടുംബ സംഗമവും അവാർഡ് സമർപ്പണവും മെയ് 7-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. മാനസോത്സവം എന്ന പരിപാടിയിൽ സംഗീത പരിപാടികളും അവാർഡ് ദാനവും ഉണ്ടാകുമെന്നും സംഘാടകർ പറഞ്ഞു. കുറെ പേരെ ആദരിക്കുന്നത്, പിന്നെ കുറെ അവശകലാകാരന്മാരെ സഹായിക്കുന്നത് തുടങ്ങിയുള്ള ദീർഘമേറിയ പരിപാടിയുണ്ട് നാളെ. ഇശൽ മാനസം മാപ്പിള കലാ സാഹിത്യ സമിതി എന്നൊരു സംഘടന 1917 രൂപീകരിക്കപ്പെട്ടതാണ്. അതിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രശസ്തമായ മാപ്പിള കലാ വാട്സപ്പ് ഗ്രൂപ്പാണ് ഇശൽ മാനസം. മാനസോത്സവം 24 എന്ന പരിപാടിയുടെ ഉദ്ഘാടനം അബ്ദുൽ സലാം ഫോക്കസ് മാൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അംഗങ്ങളുടെ ഇശൽ തേന്മഴ, ഓർമ്മകളിൽ KG സത്താർ റിയാലിറ്റി ഷോ, ഫൈസൽ എളേറ്റിൽ നയിക്കുന്ന മാപ്പിളപ്പാട്ട് ക്വിസ് പ്രോഗ്രാം എന്നിവ അരങ്ങേറും. വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത കവി ബാപ്പു വാവാട് ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിത്താര ഇശൽ മാനസത്തിന്റെ വിവിധ അവാർഡുകൾ സമർപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. മാപ്പിളപ്പാട്ട് രചനാരംഗത്ത് 50 വർഷം, അതായത് അരനൂറ്റാണ്ട് പിന്നിട്ട ബഹുമാനപ്പെട്ട OM കരുവാരക്കുണ്ടിനാണ് ഇത്തവണ മാനസം കനകതൂലിക അവാർഡ് നൽകുന്നത്. അതോടൊപ്പം തന്നെ മാപ്പിളപ്പാട്ട് രംഗത്തെ ഏറ്റവും പ്രഗത്ഭനായ ഗവേഷകൻ ശ്രീ ഫൈസൽ എളേറ്റിലിന് KG സത്താർ, പഴയകാല പ്രഗത്ഭനായ ഗാനരചയിതാവും ഗായകനും സംഘാടകനും ഒക്കെയായ KG സത്താറിന്റെ പേരിലുള്ള KG സത്താർ അവാർഡാണ് ഫൈസൽ എളേറ്റിലിന് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടകരയിൽ തെരഞ്ഞെടുപ്പിന്